കഴിഞ്ഞ ദിവസം ഒരു പത്ര വാർത്ത വായിച്ചപ്പോൾ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുകയുണ്ടായി. വൃദ്ധ ദമ്പതികളായ രണ്ടുപേർ വീട്ടിൽ മരിച്ച നിലയിൽ, അതായത് 80 വയസ്സുള്ള ഹൈദ്രോസ് മുസ്ലിയാറും അദ്ദേഹത്തിന്റെ ഭാര്യ 70 വയസ്സുള്ള കുൽസുമ ബീവിയുമാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ വാർത്ത ഇപ്രകാരമായിരുന്നു: മുല്ലപ്പള്ളി വൃദ്ധ ദമ്പതികൾ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ. മാലൂർ ചെർക്കോൽ പാത്താൽ നെല്ലിയ മല ഹൈദ്രോസ് മുസ്ലിയാർ 80 വയസ്സ്, കുൽസുമ ബിബി 70 വയസ്സ് എന്നിവരെയാണ് വെള്ളിയാഴ്ച രാത്രി വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിക്കുന്ന നിലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് ആഴ്ചകളുടെ പഴക്കമുണ്ട്. റംസാൻ ദിനത്തിലാണ് നാട്ടുകാരിൽ ചിലർ വൃദ്ധ ദമ്പതികളെ അവസാനമായി കണ്ടത്. കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ ഹൈദ്രോസിനെ പള്ളിയിൽ കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് പരിശോധിക്കുന്നിടയിൽ വാതിൽ തകർത്താണ് പോലീസ് അകത്ത് കയറിയത്. കൊടും ചൂടിൽ മാംസം അഴുകി ഉണങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ശനിയാഴ്ച സ്ഥലത്തെത്തിയ ഫോറൻസിക് വിഭാഗത്തിന് ആത്മഹത്യയുടെയോ കൊലപാതകത്തിന്റെയോ സൂചന കണ്ടെത്തിയിരുന്നില്ല. കുൽസുമ ബീവിക്ക് കാഴ്ച ഇല്ലായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഹൈദ്രോസ് മുസ്ലിയായിരുന്നു. ഹൈദ്രോസ് മുസ്ലിയാരുടെ പരസഹായത്തിലായിരുന്നു കുൽസുമയുടെ ജീവിതം. കുൽസുമ ബീവി ഭർത്താവിന്റെ മൃതദേഹത്തിന്റെ സമീപം കുടിവെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെ പിന്നീട് മരണപ്പെട്ടതാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇതാണ് വാർത്ത. അതായത് ഒരു രണ്ട് വൃദ്ധ ദമ്പതികൾ ഒരു വീട്ടിൽ താമസിക്കുന്നിടയിൽ, അതും 80ഉം 70ഉം വയസ്സുമില്ല, അത് കാഴ്ച പരിമിതി നേരിടുന്ന ഒരു 70 വയസ്സുള്ള ഒരു ഉമ്മ, ഇങ്ങനെയുള്ള രീതിയിൽ ജീവിക്കുന്ന, അതായത് വീട്ടിൽ താമസിക്കുന്ന ഈ തനിച്ച് താമസിക്കുന്നവരെ ഈ രീതിയിൽ ഒരു മരണത്തിന് കീഴടങ്ങണമെങ്കിൽ ഇവരുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികളുടെയും മറ്റും പോരായ്മകൾ എത്രത്തോളം ഉണ്ടെന്നത് നമുക്ക് ഈ വാർത്തയിൽ കൂടി തന്നെ വായിച്ചെടുക്കാൻ പറ്റും. കാരണം ഹൈദ്രോസ് മുസ്ലിയാർ 2 വെള്ളിയാഴ്ച പള്ളിയിൽ എത്താതിനെ തുടർന്നാണ് നാട്ടുകാരിൽ ചിലവർ പോലീസിൽ വിവരം അറിയിച്ചത്. അപ്പൊ എന്നും പള്ളിയിൽ എത്തുന്ന ഒരു വ്യക്തിയും, അതും വൃദ്ധയായ 80 വയസ്സുള്ള ഒരാൾ തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടിൽ എന്നും പള്ളിയിൽ എത്തുന്ന വ്യക്തി ഒരു ദിവസമെങ്കിലും പള്ളിയിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ എത്തിയില്ല എന്നുള്ള ഒരു അന്വേഷണം അവിടുത്തെ അയൽവാസികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്കോ നടത്താമായിരുന്നു. എന്നാൽ തന്നെ ഈ രീതിയിൽ അവരുടെ മൃതദേഹം അഴകില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധരായവരൊക്കെ ചുറ്റുവട്ടത്തിൽ, അവരുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തുള്ളവരോ മറ്റുമൊക്കെ ഒരു നിരീക്ഷണം നടത്തുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഒരു സഹായം അവർക്ക് ലഭ്യമാണെങ്കിൽ, ഒരുപക്ഷെ ഇവർക്ക് മക്കളൊന്നും ഇല്ലാന്ന ഇതിൽ വാർത്തയിൽ പറയുന്നത്, ഇതിനെക്കുറിച്ച് നേരിട്ട് അറിയാത്തതുകൊണ്ട് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഈ വാർത്ത വായിച്ചപ്പോ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുകയുണ്ടായി. കാരണം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വൃദ്ധരായ 2 പേരും, അത് നിത്യവും പള്ളിയിലും മറ്റൊക്കെ പോകുന്ന ഒരു മുസ്ലിയാരായ ഒരു വ്യക്തി, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നതിൽ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇനിയെങ്കിലും നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തോ, ഈ വീഡിയോ കാണുന്നവരുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തോ മറ്റോ ഇതുപോലെയുള്ള വൃദ്ധരായവരൊക്കെ താമസിക്കുമ്പോൾ നിങ്ങളുടെ ഒരു നിരീക്ഷണം ശക്തിപ്പെടുത്തണം. കാരണം അവർക്ക് നിങ്ങളുടെ സഹായം മറ്റോ ലഭിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധരായവരൊക്കെ നിരീക്ഷിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ അയൽവാസികളൊക്കെ കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.